കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ OSI മോഡലിൻ്റെ 2 ലെയറിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും അല്ലേ. ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് നെറ്റ്വർക്ക് ലെയറാണ്. ഇപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് എന്താണ്, സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ എന്താണ് ഫ്രെയിം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അതിനകത്ത് ഡെസ്റ്റിനേഷൻ്റെയും സെൻറ്ററിൻ്റെയും മാക് അഡ്രസ്സ്, അതായത് ഫിസിക്കൽ അഡ്രസ്സ് അതിനകത്ത് ആഡ് ചെയ്യും. അതിൻ്റെ ഹെഡറിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രെയിലറിലേക്ക് എന്താണ് എറർ കറക്ഷനായിട്ടുള്ള ഒരു വാല്യൂ ആഡ് ചെയ്യും. CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRC വാല്യൂ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് റിസീവർ സൈഡിൽ എത്തി അവിടുന്ന് റിപ്ലൈ വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് സെഷനിൽ തന്നെ അതിൻ്റെ എറർ ചെക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ലെയർ 2-നകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ബ്രിഡ്ജുകളും സ്വിച്ചുകളും. ബ്രിഡ്ജ്, സ്വിച്ച് എന്നൊക്കെ പറയുന്നത് ഈ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ, നമ്മൾ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ USB ഹബ്ബ് പോലെ തന്നെ ഒരു പോർട്ടിൽ വരുന്ന ഡാറ്റ മറ്റുള്ള എല്ലാ പോർട്ടിലും, ഒരു 4 പോർട്ടുള്ള അല്ലെങ്കിൽ 8 പോർട്ടുള്ള ഡിവൈസ് ഹബ്ബാണെങ്കിൽ ആ 4 അല്ലെങ്കിൽ 8 പോർട്ടിലും ഒരേ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയും ഡിവൈസ്, അതിലൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഡാറ്റ ഫ്ലോ ഉണ്ടാവും. അതിൽ ഏതാണോ കറക്റ്റ് ഡിവൈസ് ആ ഡിവൈസാണ് അത് ആക്സെപ്റ്റ് ചെയ്യും, ബാക്കിയൊക്കെ റിജക്റ്റ് ചെയ്യും. സ്വിച്ചസ് ആണെങ്കിൽ എന്താണ്, അതിനകത്ത് എവിടേക്കാണോ ഡാറ്റ പോകേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മാത്രമാണ് ഡാറ്റ പോകത്തുള്ളൂ. ഇപ്പോൾ നെറ്റ്വർക്ക് ലെയറാണ് ഇനി പഠിക്കാനുള്ളത്. നെറ്റ്വർക്ക് ലെയറിൽ ഡാറ്റ വരുന്നത് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു സൈഡിൽ എന്താണ് ട്രാൻസ്പോർട്ട് ലെയറും മറ്റേ സൈഡിലേക്ക് ഡാറ്റ ലിങ്ക് ലെയറാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എവിടുന്നാണ്, ഫിസിക്കൽ ലെയറിന് അല്ലേ. ഫിസിക്കൽ ലെയറിന് ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ്. ഫിസിക്കൽ ലെയറിന് ഡാറ്റ ലിങ്കിലേക്ക് അത് 2 രീതിയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെൻറ്ററിൻ്റെ സൈഡിലും റിസീവറിൻ്റെ സൈഡിലായിട്ട് നോക്കുമ്പോൾ 2 രീതിയിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് റിസീവറിൻ്റെ സൈഡിൽ നിന്ന് ആണ് നമ്മൾ തുടങ്ങി വരുന്നത്. റിസീവറിൻ്റെ സൈഡിൽ ഫസ്റ്റ് എത്തുന്നത് എന്താണ്, ഫിസിക്കൽ ലെയറിലായിരിക്കും ഫസ്റ്റ് ഡാറ്റ വരുന്നത്. ഓക്കെ, ആ വരുന്ന ഡാറ്റ ഡിജിറ്റൽ ഫോമിലായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ഡിജിറ്റൽ ഫോമിലായിരിക്കും. ഇതാണ് കേബിൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, പിന്നെ അതിലേക്ക് ഡാറ്റ റിസീവ് ചെയ്യുന്നത് നമ്മൾ ലെയർ 2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ലെയർ അതിൻ്റെ പിക്ചറിൽ നോക്കി അറിയാം നമുക്ക്. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു സൈഡിൽ ലെയർ 4 അതായത് ട്രാൻസ്പോർട്ട് ലെയറാണ്, മറ്റേ സൈഡിൽ ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഈ ഡാറ്റ ലിങ്ക് ലെയറിലേക്കുള്ള ഡാറ്റ പോകുന്നതിന് മുമ്പ്, അതായത് നെറ്റ്വർക്ക് ലെയറിൽ എന്ത് ചെയ്യുന്നത്, ഒരു അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി IP അഡ്രസ്സാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ പാക്കറ്റിലേക്ക് എന്താണ് ഒരു ഡാറ്റ കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട്, ഈ നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടർ ലെയറിൽ നിന്നാണ് ഈ നെറ്റ്വർക്ക് ലെയറിലേക്ക് സിഗ്നൽ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ റിസീവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ലിങ്ക് ലെയറിന് പിന്നെ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരും, വീണ്ടും പിന്നെ ട്രാൻസ്പോർട്ടർ ലെയറിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് ഡാറ്റ മൂവ് ചെയ്യുന്നത്. അപ്പോൾ
നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് ഒരു ലെയർ 3 ആണ്, ലെയർ 3 ഡിവൈസ് ആണ്. ഇത് മാനേജ് ഡിവൈസ് അഡ്രസ്സിംഗ്, ട്രാക്ക് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ എന്നുള്ള ആ ഒരു പേര് കൊണ്ട് തന്നെ അത് അർത്ഥമാക്കുന്നുണ്ട്. അത് നെറ്റ്വർക്കിനകത്തുള്ള ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ഫിസിക്കലല്ല ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് IP അഡ്രസ്സിങ്ങിനും ഒക്കെയാണ് ഈ ലെയർ 3, അതായത് നെറ്റ്വർക്ക് ലെയർ യൂസ് ചെയ്യുന്നത്. Network layer determines the best path to move data from source to destination based on the network condition, priority of service and other factors. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ആണ് ഒരു ഡാറ്റയെ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യിക്കുന്നതിൽ എന്താണ് ബെസ്റ്റ് പാത്ത്. ഓക്കെ, ബെസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാത്തിൽ കൺജക്ഷൻ, അതായത് ഡാറ്റ ട്രാഫിക് കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. ഏതെങ്കിലും പാത്ത് ഈസിയസ്റ്റ് പാത്ത് ബ്രേക്ക് ആണെങ്കിൽ നെക്സ്റ്റ് ഈസിയസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പാത്തിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതിപ്പം പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലോജിക്കും കാര്യങ്ങളൊക്കെ ആണ് ഈ നെറ്റ്വർക്ക് ലെയറിനകത്ത് ഉള്ളത്. It determines the best path to move data from source to destination based on network conditions, priority service and other factors. Okay. The network layer is responsible for routing and forwarding packets. ഈ ഡാറ്റ പാക്കറ്റ്സിനെ ഏത് റൂട്ടിലാണ് ഫോർവേഡ് ചെയ്യേണ്ടത്, ഏത് നെറ്റ്വർക്കിൽ ഏത് IP അഡ്രസ്സ് വഴി എവിടത്തേക്കാണ് ആ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ എവിടെയാണോ ഉള്ളത് ആ റൂട്ടിലേക്ക് എന്താണ് ഫോർവേഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ഈ നെറ്റ്വർക്ക് ലെയറിനുള്ളത്. റൗട്ടറാണ് ലെയർ 3യിലെ മെയിൻ ഡിവൈസ്. ഓക്കെ, റൗട്ടർ അത് ഓർത്ത് വെക്കുക. ലെയർ 3 ഡിവൈസ് ആണ് റൗട്ടർ എന്ന് പറയുന്നത്. ദേ are specified in this layer and is used to provide routing service within the internetwork. ഒരു നെറ്റ്വർക്കിനകത്ത് റൗട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് റൗട്ടറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റൗട്ടർ എന്നുള്ള പേരും വന്നത്. റൗട്ടേഴ്സ്, അതിൻ്റെ ഡാറ്റയുടെ റൂട്ട് സ്പെസിഫൈ ചെയ്യുന്നത് റൗട്ടേഴ്സാണ്, റൗട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. The protocols used to route the traffic are known as network layer protocol. Functions of network layer. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻസിൽ ഒന്നാണ് മെയിൻ ആയിട്ടുള്ളതാണ് ഇൻ്റർനെറ്റ് വർക്കിംഗ്. ഓക്കെ, ഇൻ്റർനെറ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സിലെ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് വർക്കിംഗ് അല്ലേ. ഒരു നെറ്റ്വർക്ക് ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലായിരിക്കും ഉണ്ടാവുക, വേറൊരു നെറ്റ്വർക്കിന് വേറൊരു അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. ആ രണ്ട് നെറ്റ്വർക്കും അല്ലെങ്കിൽ 2 3 അതിൽ കൂടുതലോ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർനെറ്റ് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലേ. വേൾഡിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണ് ഇൻ്റർനെറ്റ്. അപ്പോൾ റൗട്ടറിൻ്റെ അതായത് നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ ഫങ്ഷൻ ആണ് എന്താണ് ഇൻ്റർനെറ്റ് വർക്കിംഗ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവൈസസ്. അപ്പോൾ നെറ്റ് വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ നെറ്റ്വർക്ക് ലെയർ. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടേഴ്സ്. പിന്നെ അഡ്രസ്സിങ്. A network layer add the source and destination address. IP address ആണ്. Source and destination IP address to the header of the frame. Addressing is used to identify the device on the internet. നമ്മുടെ ഈ ഇമേജിനകത്ത് കണ്ടു
ഈ ഡാറ്റ പാക്കറ്റിൻ്റെ അകത്തോട്ട് ഒരു ഹെഡറിനകത്ത് ഒരു അഡ്രസ്സും കൂടെ ആഡ് ചെയ്യും. അതായത് IP അഡ്രസ്സ് കൂടെ ആഡ് ചെയ്യും. നേരത്തെ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് എന്താണ് ഈ പാക്കറ്റിൻ്റെ കൂടെ, അതായത് ഈ ഫ്രെയിമിൻ്റെ കൂടെ നമ്മൾ ഈ ആഡ് ചെയ്തതാണ് MAC അഡ്രസ്സും പിന്നെ CRC അല്ലേ, എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ആണ് ലെയർ 2 ആഡ് ചെയ്തിട്ടുള്ളത്. ലെയർ 3യിൽ ആഡ് ആവുന്നത് IP അഡ്രസ്സാണ്. ഓക്കെ, IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് ലെയർ 3 ആണ്. ലെയർ 3 എന്ന് പറഞ്ഞാൽ റൗട്ടറാണ് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ആഡ് source and destination address IP address to the header of the frame. Addressing is used to identify the device on the network, on the internet. Routing ആണ് റൗട്ടറിന്റെ പ്രധാന ഫംഗ്ഷൻ. Routing is the major component of the network layer and it determines the best optimal path out of the multiple path from source to destination. ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് എന്താണ്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പല വഴികളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ മെഷ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കിംഗ് ആയിരിക്കും, ഹൈബ്രിഡ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, ഏതായാലും അതിൽ ഏറ്റവും ബെസ്റ്റും എന്താണ്, ഒപ്റ്റിമൽ പാത്ത്, ഏറ്റവും ഷോർട്ടായിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ട്രാഫിക് ഉള്ളതുമായിട്ടുള്ള, അതായത് ബെസ്റ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിലേ ഒന്നും കൂടാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡാറ്റ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഈ റൗട്ടിങ്ങിൻ്റെ ഫങ്ഷൻ, അതായത് റൗട്ടറിൻ്റെ ഫങ്ഷൻ. പിന്നെ വേറൊരു ഫങ്ഷനാണ് പാക്കറ്റൈസിങ്. നെറ്റ്വർക്ക് ലെയർ റിസീവ്സ് ഡാറ്റ സെഗ്മെന്റ്സ് ഫ്രം അപ്പർ ലെയർ ആൻഡ് കൺവേർട്സ് ദം ഇൻ ടു പാക്കറ്റ്സ്. ഓക്കെ, അപ്പർ ലെയറിന്, അതായത് മുകൾ ഭാഗത്തുള്ള ലെയർ അത് വരുന്നത് ട്രാൻസ്പോർട്ട് ലെയർ അല്ലേ, ട്രാൻസ്പോർട്ട് ലെയറാണ് വരുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിന് റിസീവ് ചെയ്യുന്ന ഡാറ്റയെ പാക്കറ്റുകളാക്കിയിട്ട് അതിനകത്തോട്ടാണ് ഈ IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, the network layer receives data segments from upper layer and converts them into packets. This process is known as packetizing. It is achieved by internet protocol. Okay, internet protocol വെച്ചിട്ടാണ് ഈ പാക്കറ്റൈസിങ് നടക്കുന്നത്. അതായത് ഈ സെഗ്മെന്റ്സിനെ പാക്കറ്റുകളായിട്ട്, സ്മോൾ പാക്കറ്റുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഡാറ്റ സെഗ്മെന്റിനെ ഡാറ്റ പാക്കറ്റുകളാക്കിയിട്ട് മാറ്റുന്നത് നെറ്റ്വർക്ക് ലെയറിനകത്ത് വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡറിനകത്തോട്ട്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിനകത്ത് വെച്ചാണ്. ഈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ് IP എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ഓക്കെ, 192.168.1.1 എന്നോ അങ്ങനെയുള്ള നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്യും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരാൻ പറ്റും, അല്ലാതെ കൺട്രോൾ പാനലിൽ നേരിട്ട് പോയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വയർലെസ്സിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു IP അഡ്രസ്സ് നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും TCP IP വേർഷൻ 4. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ
ഒരു IP അഡ്രസ്സ് കാണാൻ പറ്റും. ഇതിപ്പോൾ എന്താണ് ഒബ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ കാണാൻ പറ്റില്ല. മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്താൽ യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തത് കൊണ്ട് അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് IP ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു IP അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 192.168.43.8 അതാണ് ഇതിൻ്റെ IP വെർഷൻ 4 അഡ്രസ്സ്. ഓക്കെ, അതിനൊരു സബ്നെറ്റ് മാസ്ക് വരുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ IP-നെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. IP ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു നമ്പറാണ്. ആ നമ്പർ എന്താണ് കമ്പ്യൂട്ടറിൽ ഒരു നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിനെ, അതായത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണിത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ ആ ഹോട്ട്സ്പോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സീക്വൻസ് വ്യത്യാസപ്പെടും, ഓരോ റൗട്ടറിൻ്റെയും വ്യത്യാസപ്പെട്ടിരിക്കും. ആ റൗട്ടറാണ് ഇത് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ IP നമ്പർ മാറുമെങ്കിലും ഒരു ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുക അല്ലെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. MAC അഡ്രസ്സ് ഒരിക്കലും മാറില്ല. അത് ഡിവൈസിൻ്റെ എന്താണ് ഹാർഡ്വെയർ അഡ്രസ്സാണ്. ഓക്കെ, ഈ രണ്ട് നമ്പറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് നെറ്റ്വർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, IP അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം. ആൻ IP അഡ്രസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഈസ് ദ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈസ് എ സ്പെസിഫിക് ഇൻ്റർഫേസ് ഓൺ ദ നെറ്റ്വർക്ക്. ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കാർഡിന്, ഈ നെറ്റ്വർക്ക് കാർഡിലോട്ടാണ് ഈ IP അഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് കാർഡിലേക്കാണ് MAC അഡ്രസ്സും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ്, യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആണത്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കമ്പ്യൂട്ടറിനെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ യുണീക്ക് ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ that uniquely identify a specific interface on the network. Okay, the addresses in IP4 are 32-bit long. ഇത് IP4 എന്ന് പറയുന്നത് നമ്മൾ 192.168 എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ഓക്കെ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് ക്ലാസിഫിക്കേഷനായിട്ട് നമ്പർ നമ്മൾ ഡിജിറ്റൽ ഡെസിമൽ ഫോമിലാണ് നമ്മൾ എഴുതുന്നില്ലേ. 192 എന്ന് പറയുന്നത് അതിവിടെ തന്നെ കാണിക്കാം, 32 ബിറ്റ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിനൊരു എക്സാമ്പിൾ താഴെ കാണിച്ചിട്ടുണ്ട്. ഇത് 32 നമ്പർ ഉണ്ടാവും അല്ലേ, 32 ബിറ്റ് ആണിത്. ഓരോന്നിനകത്തും 8 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, 8 ഡിജിറ്റ് വീതമുള്ള 4 ഗ്രൂപ്പാണ്. അപ്പോൾ 8 4 32 ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്, അതായത് IP വെർഷൻ 4-നകത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബൈനറി ഫോർമാറ്റാണ് ഇപ്പോൾ താഴെ ഇങ്ങനെ കൊടുത്തിട്ടില്ല. 192.168.1.100 എന്നുള്ളതിൻ്റെ ബൈനറി ഫോമാണ് താഴെ ഉള്ളത്, അതായത് 32 ബിറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ IP4-ൽ എന്താണ് ബൈനറി ആയിട്ടല്ല എഴുതുന്നത്, പകരം ഡെസിമൽ നമ്പറായിട്ടാണ് നമ്മൾ IP ആഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനകത്ത് IP നേരത്തെ കണ്ടതും അല്ലേ, 192.168.43.8 എന്നുള്ള നമ്പർ കണ്ടില്ലേ, അത് ബൈനറി വാല്യൂ ആണ് ആക്ച്വലി, പക്ഷെ അത് ഡെസിമലിലോട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതിൻ്റെ കമ്പ്യൂട്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ അത് 32 ബിറ്റ് സ്ട്രിങ് ആണ്. ഓക്കെ, അത് നമ്മൾ ഡിജിറ്റൽ അല്ലാതെ ഡെസിമൽ ഫോമിലാണ് നമ്മളവിടെ കാണുന്നതും എഴുതുന്നതൊക്കെ എൻ്റർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അഡ്രസ്സ് ഇൻ IP4 ആർ 32 ബിറ്റ് ലോങ്. ഇറ്റ് അലോസ് ഫോർ മാക്സിമം നമ്പർ ഓഫ്
ഇതാരാന്ന് വായിക്കുക ഈ സംഖ്യ, നിങ്ങൾ വായിച്ചു നോക്കുക. 2:32. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് 2 എന്ന് എഴുതിയിട്ട് റേഷ്യോ പോലെ raised-32, അത് 2² അല്ല, 2ന്റെ ട്രിപ്പിൾ സ്ക്വയർ അല്ല, 2:32 ഉള്ള വാല്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇത്രയും എന്താണ് യുണീക്ക് അഡ്രസ്സുകൾ പോസിബിൾ ആണ് IP4-നകത്ത്. അതായത് 32 ബിറ്റ് ലെങ്ത് ഉള്ള ഈ ഒരു അഡ്രസ്സിനകത്ത് മാക്സിമം 2:32 യുണീക്ക് അഡ്രസ്സുകൾ പോസിബിൾ ആണ്. അതുപോലെ തന്നെ IP വേർഷൻ 66 ഉണ്ട്, IP അഡ്രസ് വേർഷൻ 6. ഓക്കെ, IP വേർഷൻ 6 എന്ന് പറയുന്നത് 128 ബിറ്റാണ്, 128 ബിറ്റാണ് വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2:128 വരും. 2:128 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3.4 എന്ന് എഴുതിയിട്ട് 38 പ്രാവശ്യം 0 ഇട്ടാൽ ആ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, 3.4 എന്ന് എഴുതിയിട്ട് 38 പ്രാവശ്യം 0 ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരു വാല്യൂ കിട്ടും, 2:128 എന്നുള്ള വാല്യൂ കിട്ടും. അത്രയും യുണീക്ക് അഡ്രസ്സുകൾ പോസിബിൾ ആണ് IP വേർഷൻ 6-നകത്ത്. ഓക്കെ, അത് 128 ബിറ്റ് ലോങ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ബൈനറി ഫോർമാറ്റിനകത്ത് നമ്മൾ വെറും 2 ഡിജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എത്ര നമ്പർ ഉണ്ടാക്കാം? 00 എന്നുള്ളൊരു നമ്പർ ഉണ്ടാക്കാം, 01 എന്നുള്ളൊരു നമ്പർ ഉണ്ടാക്കാം, 10 എന്നുള്ള നമ്പർ ഉണ്ടാക്കാം, 11 എന്നുള്ള നമ്പർ ഉണ്ടാക്കാം അല്ലേ? ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4 നമ്പർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, 3 ഡിജിറ്റ് ആണെങ്കിലോ 000 ഉണ്ടാക്കാം, 001 ഉണ്ടാക്കാം, 010 ഉണ്ടാക്കാം, അങ്ങനെ കുറേ നമ്പർ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഇത്രയും 16 ബിറ്റുള്ള 32 ബിറ്റുള്ള ഈ ഒരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് എന്താണ് 2:32 യുണീക്ക് അഡ്രസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ IP വേർഷൻ 6 ആണെങ്കിൽ 2:128 നമ്പർ ഓഫ് യുണീക്ക് അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള IP അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് കമ്പ്യൂട്ടറിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ നെറ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ഇമേജ് കാണിക്കുന്ന ഇതാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് സെഷൻ ലെയർ ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മുകളിൽ വരുന്ന ലെയറാണ് സെഷൻ ലെയർ. അത് താഴെ നെറ്റ്വർക്ക് ലെയറിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഡാറ്റ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് എ ലെയർ 4. Transport layer is a layer 4 to ensure that messages are transmitted in order which they are sent and there is no duplication of data. ഇപ്പോൾ ഒരു ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ ആ ഫയല് സെൻഡ് ചെയ്തിട്ടുള്ള അതേ ഓർഡറിലാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഓക്കെ, അത് നെറ്റ്വർക്കിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്നുള്ളത്. ഇപ്പോൾ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പോൾ ഒരു ഡാറ്റ സെഗ്മെൻറ്റ് സെൻഡ് ചെയ്തിട്ട് അത് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് വരും. ഒരു ഡാറ്റ
കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് ഡാറ്റ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യും. അതിനൊരു ചെക്ക് പോയിന്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, എത്രത്തോളം ഡാറ്റ പോയി എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡാറ്റ മിസ്സായത്, ഏതൊക്കെ ഡാറ്റ പാക്കറ്റ്സ് ആണ് മിസ്സായത്, അതൊക്കെ നോക്കിയിട്ടാണ് കറക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ടു ട്രാൻസ്ഫർ ദ ഡാറ്റ കംപ്ലീറ്റ്ലി. ഓക്കെ, ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് വെറുതെ അങ്ങ് സെൻഡ് ചെയ്ത് വിട്ടാൽ മാത്രം പോരാ. സെൻഡ് ചെയ്യുന്ന ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് റിസീവറിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അത് ഡാറ്റ സെൻഡ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ ഡാറ്റ റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇത് കൺഫേം ചെയ്യുന്നുണ്ട്. ഇറ്റ് റിസീവ്സ് ദ ഡാറ്റ ഫ്രം അപ്പർ ലെയർ ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് നോൺ ആസ് സെഗ്മെന്റ്സ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എന്താണ്, അപ്പർ ലെയറിന് ഡാറ്റ റിസീവ് ചെയ്തിട്ട് ആ ഡാറ്റയെ ചെറിയ പാക്കറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള സെഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദിസ് ലെയർ ക്യാൻ ബി termed as end-to-end layer as it provides a point-to-point connection between source and destination to deliver data reliably. അപ്പോൾ ഈ ഒരു ഡാറ്റ ലിങ്ക് ലെയർ അല്ല, ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്ന ഒരു മെയിൻ ഫങ്ഷൻ എന്താണ്, ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കണക്ടിവിറ്റി ഉറപ്പ് വരുത്തും. ഓക്കെ, ഡാറ്റ സെൻഡ് ചെയ്യാൻ പോസിബിൾ ആണ്, അതായത് റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ഈ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. പിന്നെ രണ്ട് പ്രോട്ടോകോൾസ് അതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, പിന്നെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, TCP, UDP. ഈ രണ്ട് പ്രോട്ടോകോളാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, TCPയും UDPയും, UDF അല്ല കേട്ടോ, UDP, TCP. ഓക്കെ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, രണ്ടും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം നമുക്ക്. TCP ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് ആൻഡ് റിലയബിൾ പ്രോട്ടോകോൾ. ഓക്കെ, ഇത് രണ്ട് തരത്തിലുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, ആ ഡെസ്റ്റിനേഷൻ അവൈലബിൾ ആണോ എന്ന് നോക്കും. ഒരു ചെറിയൊരു പാക്കറ്റ്സ് അല്ലെങ്കിൽ ചെറിയൊരു സിഗ്നൽ സെൻഡ് ചെയ്യും. അതിനുശേഷം ആ റിസീവർ, പ്രോപ്പറായിട്ടുള്ള റിസീവർ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനുശേഷം അവിടെ നിന്ന് ഒരു റിപ്ലൈ വരും, ആ ഞങ്ങൾ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയുള്ളൊരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യും, ഈ റിയൽ ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്, ഇത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള, നിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ബെസ്റ്റ് പാത്ത് ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഡെസ്റ്റിനേഷനിലുള്ള എന്താണ് കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഏറ്റവും ബെസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡാറ്റ ലോസ് ഇല്ലാതെ കറക്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് TCP അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിൽ ആ ഒരു മെത്തേഡാണ്
നടക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു മെത്തേഡ് എന്താണ്, നമ്മളെ കണക്ഷൻ ഒന്നും നോക്കാതെ ഡാറ്റ സെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ കോൾ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലർക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്, ചിലർക്ക് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടും റേഞ്ച് ഇല്ലാത്തതുകൊണ്ടും കട്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് എൻ്റെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഡാറ്റ ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അത് കിട്ടുന്നവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടിയില്ല, പക്ഷേ ഈ ട്രാൻസ്മിഷൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, UDPക്ക് ഒരു എക്സാമ്പിളാണ്. അതായത് കണക്ഷൻ ലെസ് ഡാറ്റയാണ്, കണക്ഷൻ ലെസ് ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ ജസ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസീവർ കേപ്പബിൾ ആയിട്ടുള്ള റിസീവർക്ക് ഡാറ്റ കിട്ടും, അല്ലാത്തവർക്ക് കിട്ടില്ല. ഓക്കെ, അതിനകത്തൊരു എന്താണ് അക്നോളജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഓരോ ഭാഗവും. ഇപ്പോൾ TCP is a connection oriented and reliable protocol. In this protocol, firstly the connection is established between the two hosts of the remote end. ഓക്കെ, രണ്ട് സൈഡിലുള്ള രണ്ട് കമ്പ്യൂട്ടറും തമ്മിലുള്ള കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓൺലി ദെൻ ദ ഡാറ്റ ഈസ് സെൻഡ് ഓവർ ദ നെറ്റ്വർക്ക് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതായത് കണക്ഷൻ ഉറപ്പാണ്, കണക്ഷൻ എന്താണ് പ്രോബ്ലം ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തും. ദ റിസീവർ ഓൾവേസ് സെൻഡ് എൻ അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഡാറ്റ റിസീവ്ഡ് ഓർ നോട്ട് റിസീവ്ഡ് ബൈ ദ സെൻഡർ വൺസ് ദ ഫസ്റ്റ് ഡാറ്റ പാക്കറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. അതായത് ഫസ്റ്റ് ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റിസീവർ ഒരു അക്നോളജ്മെൻറ്റ് ഡാറ്റ തിരിച്ചയക്കും. അതായത് ഈ ഡാറ്റ കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും. ഓക്കെ, തിരിച്ച് സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ റിസീവിങ് ദ അക്നോളജ്മെൻറ്റ് ഫ്രം ദ റിസീവർ ദ സെക്കൻഡ് ഡാറ്റ പാക്കറ്റ് ഈസ് സെൻഡ് ഓവർ ദ മീഡിയം. It also check the order in which data is to be received. Otherwise, data is retransmitted. അപ്പോൾ ഡാറ്റ ആദ്യം കമ്മ്യൂണിക്കേഷൻ ലിങ്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുശേഷം ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ, അതായത് ഒരു സിഗ്നൽ ഫസ്റ്റ് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കൺഫർമേഷൻ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലായിട്ടുള്ള റിയൽ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, അവിടുന്ന് ഈ എറർ ചെക്കിംഗ് പറഞ്ഞില്ലേ, CRC എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതുവഴി ഏതെങ്കിലും ഡാറ്റ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു മിസ്സായ ഡാറ്റ വീണ്ടും അതേ ഓർഡറിൽ സെൻഡ് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിനകത്ത് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി UDP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണക്ഷൻ ലെസ് ആണ്, അൺറിലയബിൾ ആണ്. ഓക്കെ, റിലയബിൾ എന്നല്ല, റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് ഡാറ്റ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇത് അൺറിലയബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഡാറ്റ കിട്ടുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. Once the data is transmitted between two hosts, the receiver host doesn't send any acknowledgement of receiving any packets. അതായത് ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഈ റിസീവർ ഒരു അക്നോളജ്മെൻ്റ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദസ് ദ സെൻഡർ വിൽ കീപ്പ് ഓൺ സെൻഡിങ് ഡാറ്റ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എൻ അക്നോളജ്മെൻറ്റ്. അപ്പോൾ ഈ UDPനകത്ത് സെൻഡർ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ റിസീവർ
ഒരു അക്നോളജ്മെന്റ് തിരിച്ച് സെൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്താണ്, ഈ സെൻഡർ എപ്പോഴും ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് ഒരു അക്നോളജ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല, തിരിച്ചൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് മേക്ക് ഇറ്റ് വെരി ഈസി ടു പ്രോസസ് എനി നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ് ആസ് നോ ടൈം ഈസ് വേസ്റ്റഡ് ഇൻ വെയിറ്റിംഗ് അക്നോളജ്മെൻറ്റ്. ഓക്കെ, ഇത് നെറ്റ്വർക്കിൻ്റെ എന്താണ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കും. കാരണം എന്താണ്, ഈ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസ് നോക്കിയിട്ട് പിന്നെ കറപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഈ UDPയിൽ ഇല്ല. അത് ജസ്റ്റ് എന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ദ എൻഡ് ഹോസ്റ്റ് വിൽ ബി എനി മെഷീൻ ലൈക്ക് എ കമ്പ്യൂട്ടർ, ഫോൺ ഓർ ടാബ്ലറ്റ്. ഓക്കെ, ഇത് എന്താണ്, എൻ്റെ കമ്പ്യൂട്ടർ അല്ല എൻ്റെ ഡിവൈസ് എന്തായിരിക്കും, ഒരു കമ്പ്യൂട്ടറോ ഫോണോ ടാബ്ലറ്റോ മറ്റോ ആയിരിക്കും. ഇത് കൂടുതലും ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു UDP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വീഡിയോ സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിംസ്, വീഡിയോ കോൾസ്, വോയിസ് ഓവർ IP, where when some data packets of video are lost, then it doesn't have much significance and can be ignored as it doesn't make much impact on the information it carries and doesn't have much relevance. അപ്പോൾ ഇത് UDP എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഓൺലൈൻ സ്ട്രീമിങ്, ലൈവ് സ്ട്രീമിങ്ങിലും പിന്നെ വീഡിയോ സ്ട്രീമിങ്, ഓൺലൈൻ ഗെയിംസ്, വീഡിയോ കോള്, പിന്നെ വോയിസ് ഓവർ IP. വോയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വോയിപ്പ് കോൾ ചെയ്യാന്നൊക്കെ പറയും. ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന കോളുകളൊക്കെ വോയിപ്പ് കോളാണ്, അതായത് വോയിസ് ഓവർ IP അല്ലേ, VOIP. ഇപ്പോൾ വോയിപ്പ് കോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ്, ഡാറ്റ യൂസർക്ക് അല്ലെങ്കിൽ റിസീവർക്ക് ഡാറ്റ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല അവിടെ. ഓക്കെ, ഡാറ്റ സെൻഡ് ചെയ്യുക, അത് ഡാറ്റ കറക്റ്റായിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റിസീവറിന് എനിക്ക് ഡാറ്റ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാതെ, അങ്ങനെയുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാതെ ഈ സെൻഡർ ഡാറ്റ സെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് TCPയും UDPയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കറക്റ്റ് ആണെന്നുള്ള വെരിഫൈ ചെയ്തതിന് ശേഷമാണ് TCPയിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. സർവീസ് പോയിന്റ് അഡ്രസ്സിങ്. സർവീസ് പോയിന്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ the transport layer adds the header that contains the address known as service point address or port address. Okay, IP address ആണത്. The responsibility of the transport layer is to transmit the message to the correct port address. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ എൻഡ് പോയിന്റ് അഡ്രസ്സ്, സർവീസ് പോയിന്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇമേജിൽ കാണിക്കുന്ന ഈ H4 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ലെയറിൽ ആഡ് ചെയ്യുന്ന എന്താണ്, ഇൻഫർമേഷനാണ്, അഡ്രസ്സാണ് H4 എന്ന് പറയുന്നത്. ഹെഡറിലാണ് ആഡ് ചെയ്യുന്നത്. അത് എന്താണ്, പോർട്ട് അഡ്രസ്സാണ്. നമുക്ക് അതേ രീതിയിൽ തന്നെ പറയാം, പോർട്ട് അഡ്രസ്സ് ആഡ് ചെയ്യും. The responsibility of the transport layer is to transmit the message to correct port address. Okay, ട്രാൻസ്പോർട്ട് ലെയറിൽ ആഡ് ചെയ്യുന്ന ആ ഒരു പോർട്ട് അഡ്രസ്സിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻ.
പിന്നെ സെഗ്മെന്റേഷൻ ആൻഡ് റീ അസംബ്ലി. സെഗ്മെന്റേഷൻ ആൻഡ് റീ അസംബ്ലി അതാണ് ഇതിൻ്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി, ഒരു ഫങ്ഷൻ. when the transport layer receives the message, when the transport layer receives the message from the upper layer, it divides the message into multiple segments. Each segment is assigned with a sequence number that uniquely identify each segment. Okay, ഓരോ ഡാറ്റ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റ്സും റിസീവ് ചെയ്യുമ്പോൾ അതിനെ സ്മോളർ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഈ ഓരോ സെഗ്മെൻറ്റിനും ഒരു സീക്വൻസ് നമ്പർ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി നമ്പർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട പോലെ, പിക്ചറിൽ കണ്ട പോലെ ഓരോ പാക്കറ്റ്സിനും ഓരോ ഡിവൈഡ് ചെയ്യുന്ന പാക്കറ്റിനും സെപ്പറേറ്റ് ഒരു സീക്വൻഷ്യൽ നമ്പർ ആഡ് ചെയ്യും. When the message has arrived at the destination, the transport layer reassembles the message based on their sequence number. ഇപ്പോൾ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് ഇതേ സീക്വൻസ് നമ്പറിൽ ആണല്ലോ അവിടെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ട്രാൻസ്പോർട്ട് ലെയർ, അതായത് റിസീവർ സൈഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ ഒരു ഡാറ്റ പാക്കറ്റ്സുകളെ അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റുകളെ എന്ത് ചെയ്യും, വീണ്ടും അതേ ഓർഡറിൽ തന്നെ റീ അസംബിൾ ചെയ്യും, വീണ്ടും അസംബിൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒറിജിനൽ ഡാറ്റ തന്നെ കിട്ടും. ഓക്കെ, വെൻ ദ ട്രാൻസ്പോർട്ട് ലെയർ റിസീവ്സ് ദ മെസ്സേജ് ഫ്രം അപ്പർ ലെയർ, ഇറ്റ് ഡിവൈഡ്സ് ദ മെസ്സേജ് ഇൻ ടു മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിനകത്തോട്ട് ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അതിനെ സ്മോളർ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഓരോ സെഗ്മെൻറ്റിനും ഒരു സീക്വൻസ് നമ്പർ ആഡ് ചെയ്യും. അത് റിസീവർ സൈഡിലെത്തുമ്പോൾ ഈ റിസീവർ സൈഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഈ ഒരു നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സിനെ വീണ്ടും റീ അസംബിൾ ചെയ്തിട്ട് നേരത്തെയുള്ള ഡാറ്റയുടെ ഫോർമാറ്റിലേക്ക് മാറ്റും. അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു ഫങ്ഷൻ. പിന്നെ കണക്ഷൻ പ്രോട്ടോക്കോൾ, കണക്ഷൻ കൺട്രോൾ. അടുത്തത് വരുന്നത് കണക്ഷൻ കൺട്രോൾ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ ഇംപ്രൂവ്സ് ടു സർവീസസ്, കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ TCPയും UDPയും അല്ലേ. എ കണക്ഷൻലെസ് സർവീസ് ട്രീറ്റ് ഈച്ച് സെഗ്മെൻറ്റ് ആസ് ഇൻഡിവിജ്വൽ പാക്കറ്റ് ആൻഡ് ദേ ഓൾ ട്രാവൽ ഇൻ ഡിഫറെൻറ്റ് റൗട്ട്സ് ടു ഈച്ച് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഈ കണക്ഷൻലെസ് സെഗ്മെൻറ്റ്, അതായത് നമ്മൾ UDP വഴി പോകുന്ന സെഗ്മെൻറ്റുകൾ അല്ലെ ഡാറ്റകൾ എല്ലാ സ്ഥലത്തോട്ടും ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഡയറക്ഷനിലും എല്ലാ പാത്തിലും അല്ലെങ്കിൽ എല്ലാ റൗട്ടിലും പോവും. അതിനുശേഷം ആണ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. പക്ഷേ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള TCP വഴിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആദ്യം ചെയ്യുന്നത്, റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. മറ്റത് കണക്ഷൻ ലെസ് സർവീസാണ് നമ്മളെ UDP എന്ന് പറയുന്നത്. എ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് മേക്ക് എ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ മെഷീൻ ബിഫോർ ഡെലിവറിങ് ദ പാക്കറ്റ്സ്. ഓക്കെ, കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്താണ് ചെയ്യുന്നത്, ആക്ച്വൽ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഡെസ്റ്റിനേഷൻ ലെയറിലുള്ള ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ഡാറ്റ റിസീവ് ചെയ്യാൻ കേപ്പബിൾ ആണ്, റെഡി ആണ് എന്നുള്ള ഒരു സിഗ്നലിന് വേണ്ടിയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ കണക്ഷൻ ഓറിയൻറ്റഡ്
കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോള് ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഓൾ ദ പാക്കറ്റ്സ് ട്രാവൽ ഇൻ സിംഗിൾ റൂട്ട്. ഓക്കെ, ഏതാണോ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആ ഒരു ഭാഗത്തോട്ട് മാത്രമാണ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിനകത്ത് ഡാറ്റ പോകത്തുള്ളൂ. പക്ഷെ കണക്ഷൻ ലെസ് ആണെങ്കിൽ എല്ലാ റൂട്ടിലും, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു 25 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ 25 കമ്പ്യൂട്ടറിലും ഡാറ്റ പാക്കറ്റ്സ് പോകും. ഒറിജിനൽ ഡാറ്റ പാക്കറ്റ് പോയതിന് ശേഷം എവിടെയാണോ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ ആ കമ്പ്യൂട്ടർ ഡാറ്റ റിസീവ് ചെയ്യും, ബാക്കിയുള്ളത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ആദ്യം ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഫ്ലോ കൺട്രോൾ. ദ ട്രാൻസ്പോർട്ട് ലെയർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലോ കൺട്രോൾ ബട്ട് ഇറ്റ് പെർഫോംഡ് എൻഡ് ടു എൻഡ് റാദർ ദാൻ അക്രോസ് ദ ലിങ്ക്. ഫ്ലോ കൺട്രോള് നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറും ഫ്ലോ കൺട്രോള് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറും റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലോ കൺട്രോൾ. കാരണം ഈ ഫ്ലോ കൺട്രോൾ നിങ്ങൾക്ക് ഈ ഡാറ്റ ലിങ്ക് ലെയറിനകത്തും കാണാൻ പറ്റും. നമ്മൾ മുകളിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും ഡാറ്റ ലിങ്ക് ലെയറിനകത്തും കാണും ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എറർ കൺട്രോൾ. ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ എറർ കൺട്രോൾ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ലിങ്ക് ലെയറും ഈ എറർ കൺട്രോളിനെ റെസ്പോൺസിബിൾ ആണ്. അതും ചെക്ക് ചെയ്യുന്നുണ്ട്, ഡാറ്റ ലിങ്ക് ലെയറും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. എറർ കൺട്രോൾ ഈസ് പെർഫോംഡ് എൻഡ് ടു എൻഡ് റാദർ ദാൻ അക്രോസ് ദ സിംഗിൾ ലിങ്ക്. ഓക്കെ, ഇത് എൻഡ് ടു എൻഡ് ആയിട്ടാണ് ഈ എറർ ചെക്കിങ് ഇവിടെ നടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിനകത്ത്. ദ സെൻഡർ ട്രാൻസ്പോർട്ട് ലെയർ എൻഷ്യൂർസ് ദാറ്റ് മെസ്സേജ് റീച്ചസ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് എനി എറർ. ഓക്കെ, ഈ ട്രാൻസ്പോർട്ട് ലെയർ വെരിഫൈ ചെയ്യും റിസീവറിനകത്ത് ഡാറ്റ ഒരു എററും ഇല്ലാതെ കറക്റ്റ് ഡാറ്റ വിത്തൗട്ട് എനി ഡാമേജ് റിസീവ് ആയിട്ടുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എറർ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിവൈസസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ, ഫയർവാൾ ആണ് ഒരു ഡിവൈസ്. മറ്റെന്തെങ്കിലും ഡിവൈസുകളെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. ഓക്കെ, ഡിവൈസസ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ 4-നകത്ത് OSI മോഡലാണ് കേട്ടോ. നമുക്ക് OSI മോഡലുണ്ട്, TCP/IP മോഡലുണ്ട്. TCP/IP മോഡലിനകത്ത് 4 ലെയറാണ് വരുന്നത്. ഓക്കെ, OSI മോഡലിനകത്ത് നമുക്ക് 7 ലെയർ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം നോക്കിയിട്ട് OSI മോഡലിൻ്റെ ഓരോ ലെയറിൻ്റെയും പ്രോട്ടോക്കോളും ഡിവൈസും ഒന്ന് ലിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഗൂഗിളിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകളാണ് TCPയും UDPയും. ഓക്കെ, TCP എന്നാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോള്, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോള്. ഓക്കെ, ഇനി ഇതാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം സെഷൻ ലെയറും പിന്നെ പ്രസൻറ്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു OSI മോഡൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം.